മോഹൻ നമസ്തേ. ഞാൻ ഓഡിബിൾ ആണെങ്കിൽ ഒന്ന് പറയണേ, മെസ്സേജ് ഇടാൻ കേൾക്കാമെങ്കിൽ. ഞാൻ ഓഡിബിൾ ആണോ? രജീഷ് വക്കീലെ, ഞാൻ ഓഡിബിൾ ആണെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ സുബീഷ്, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വളരെ ബിലേറ്റഡ് ആയിട്ടുള്ള ഒരു ശിവരാത്രി എല്ലാവർക്കും ഞാൻ മഹാശിവരാത്രി നേരുന്നു. ഞാൻ ഇന്ന് ലൈവിൽ വരാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ വിഷയം നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടി വന്നു. ഇവിടെ സോഷ്യൽ മീഡിയയിൽ ആർക്കും ആരെ പറ്റി പറയാം, എന്തും പറയാം എന്നുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ പിന്നു സർക്കാരിൻ്റെ, പോലീസിൻ്റെ എന്ത് വേണമെങ്കിൽ പറയാം. അത് നടപടികൾ വരുന്നത് ഇഷ്ടക്കാരെ രക്ഷിക്കുകയും അല്ലാത്തവരെ ഒക്കെ എടുത്താത്തിടുകയും. അടുത്തിടയ്ക്ക് തന്നെ രണ്ട് ഉദാഹരണം നമ്മൾ കണ്ടു. ഒന്ന് പി സി ജോർജിന്റെ വിഷയത്തില് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ കേരളത്തിൽ നടന്ന കാര്യങ്ങളാണ്. പാകിസ്ഥാൻ ജയിക്കുമ്പോൾ പടക്കം പൊട്ടിക്കുക തുടങ്ങി, എന്താ പറയുന്ന അവരും മലരും കരുതിക്കോ എന്ന് മുദ്രാവാക്യം വിളിക്കുക, കെട്ടിത്തൂക്കി പച്ചക്കിട്ട് അമ്പലനടയിൽ കത്തിക്കുന്നു വിളിക്കുക, ഹമാസിലെ തീവ്രവാദികളെ ഇവിടെ കൊണ്ടുവന്ന് വിർച്വലായിട്ട് പ്രസംഗിപ്പിക്കുക, ഹമാസിന്റെ തീവ്രവാദികളെ എന്താ പറയുന്നത് ഹീറോകളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുക. ഇതെല്ലാം നടന്നിട്ടും ഒരു ആക്ഷനും ഇല്ല. ഈ നടന്ന കാര്യങ്ങളാണ് പി സി ജോർജ് ജനം ടി വിയിലെ ചർച്ചയിൽ പറഞ്ഞത്. ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നാക്ക് വഴി ഉണ്ടായെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. കാരണം ഇതെല്ലാം ചെയ്യുന്ന വിചാരികളാണ്. ഒരു 90% മുസ്ലിം സമുദായത്തിലെ ആളുകളും വളരെ സമാനപ്രിയർ, അവരുടെ കാര്യം നോക്കി പള്ളിയിൽ പോയി ജീവിക്കുന്നവരൊക്കെയാണ്. പക്ഷെ ഈ ജിഹാദിസം ഇവിടെ ഉണ്ടായെന്നുള്ളതിന് ആർക്കും തർക്കമില്ല. കാരണം കേരള പോലീസ് പോലും റാഡിക്കലൈസേഷനെതിരെ, മുസ്ലിം ചെറുപ്പക്കാരുടെ റാഡിക്കലൈസേഷനെതിരെ ഇവിടെ ഓപ്പറേഷൻ സംബന്ധാന്റെ പേരിട്ടിട്ടുള്ള പരിപാടി സെൻകുമാറിന്റെ കാലത്തും അതിന് ശേഷവും നടക്കുന്നുണ്ട്. റാഡിക്കലൈസേഷൻ ഉണ്ടെന്നും ഇവിടെ ISISലേക്ക് റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ടെന്നും സിറിയയിലേക്കും മറ്റിടത്തൊക്കെ ആട് മേയ്ക്കാനായിട്ട് കൂടുന്ന ആൾക്കാർ പോയിട്ടുണ്ടെന്നുള്ള തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ അവസാനം ഈ ഗോത്രയിൽ നടന്ന ബ്ലാസ്റ്റിലോ കണ്ടോ രണ്ടുപേരും ശിക്ഷിച്ചപ്പെട്ട ഈരാറ്റുപേട്ടക്കാരാണ് ജയിലിൽ കിടക്കുന്നത്. സോ ഇതെല്ലാം ഇവിടെ അറിയും. ഇത് മാത്രമേ റിപ്പീറ്റ് ചെയ്യുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് നാക്കുപുഴ ഉണ്ടായി. അദ്ദേഹം ഉദ്ദേശിച്ച സത്യം അദ്ദേഹം ക്ലാരിഫൈ ചെയ്തു. ഇങ്ങനത്തെ ബിഹാറികൾ പാകിസ്ഥാനിലേക്ക് പൊക്കണം. കാരണം ഇവിടെ നമ്മളെ ഉദ്രവിക്കുന്നത് എന്തിനാണ്? അതിന് പകരം അദ്ദേഹം മുസ്ലിങ്ങൾ നമ്മൾ വാക്ക് ഉപയോഗിച്ചു എന്നുള്ളത് തെറ്റാണ്. അതിന് അദ്ദേഹം മാപ്പും അപ്പഴേ പൊക്കിയെടുത്താത്തു. അത് ആരുടെ പരാതിയില്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു വർഗീയ പാർട്ടി, പേര് തന്നെ വർഗീയമാണ്. മുസ്ലിം എന്നുള്ള പേര് തന്നെ, മുസ്ലിമിനെ അത് അംഗമാകാൻ പറ്റുള്ളൂ. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല. ഈ പറഞ്ഞ ഒരു ജിഹാദി പാർട്ടിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചു പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ശ്രീരാജ് കൈമർ, ഒരു മുസ്ലിം നാമധാരിയായ ഒരുത്തൻ, ഒരു ജിഹാദി, അവനവന്റെ ഗുഹ്യ ഭാഗത്തുള്ള മുടി പറിച്ച് തുളസിത്തറയിൽ ഇടുന്ന ആ CCTV വീഡിയോ നമ്മളെല്ലാരും കണ്ടതാണ്. കേരളം ഒട്ടാകെ കണ്ടതാണ്. ആ വിവരം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒന്ന് ഇട്ടെന്ന് പറഞ്ഞാൽ ആ ജിഹാദിയെ കംപ്ലീറ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്തു. ആ തെമ്മാടിത്തരം കാണിച്ച, മതസ്പർദ്ധ ഉണ്ടാക്കാനായി വൃത്തികേട് കാണിച്ച അവനെ കംപ്ലീറ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്തു. അവനെ പിന്നെ മാനസിക അസ്വസ്ഥതയുള്ളവനാണെന്ന് പറയുന്നത്.
പക്ഷെ അവന് ലൈസൻസ് കോർപ്പറേഷൻ ഗുരുവായൂർ നഗരസഭ ലൈസൻസ് കൊടുത്ത് അവൻ ഹോട്ടൽ നടത്തുന്നവനാണ്. അവന് വണ്ടി ഓടിക്കുന്ന ലൈസൻസ് നമ്മുടെ സകല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അവൻ ഇതാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ 3 ദിവസമായിട്ട് ശ്രീരാജ് അകത്ത് കിടക്കും, മറ്റേ സുഖമായിട്ട് വെളിയിൽ പറഞ്ഞു. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു നയം. ഈ നയം കൊണ്ടാണ് ആർക്കും എന്തോ ഇവിടെ സോഷ്യൽ മീഡിയയിൽ പറയാം എന്ന് വളരെ സ്ഥിതി വന്നു. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ വർഷം ഗോഡ്സയെ പറ്റി ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ ആകെ ഇട്ട ഇത്രേ ഉള്ളൂ: ഭാരതത്തിൽ ഗോഡ്സയെ ഹീറോ ആയി കാണുന്ന ധാരാളം പേർക്കുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ്, ഗോഡ്സയുടെ പടവും വെച്ച ഒരു സ്റ്റേറ്റ്മെന്റ്. ഭാരതത്തിൽ ഗോഡ്സയെ ഹീറോ ആയി കാണുന്ന ഒരുപാട് ആൾക്കാർ ഭാരതത്തിലുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇട്ടുള്ളൂ. തെറ്റാണോ? അത് തെറ്റില്ല, കാരണം സത്യമാണത്. ഞാൻ ഗോഡ്സയുടെ ആരാധകനാണെന്ന് പോലും ആ പോസ്റ്റിലില്ല. ഞാൻ അതാണോ ഇല്ലയോ ഉള്ള പിന്നത്തെ കാര്യം. പക്ഷെ ആ പോസ്റ്റർ അതില്ല. ആകെ പറഞ്ഞിരിക്കുന്നത് ഒരു സത്യം, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്. ഗോഡ്സയുടെ ആരാധകരായി ധാരാളം പേർ ഇന്ത്യയിലുണ്ട്, സത്യമാണ്. അതിനടിയില് നമ്മുടെ NIT-യിലെ ഒരു പ്രൊഫസർ ഷെയ്ജ അണ്ടർ, അവർ വന്നിട്ട് ഈ സേവ് ഇന്ത്യ, ഭാരതത്തെ അദ്ദേഹം രക്ഷിച്ചു എന്നൊരു കമന്റ് ഇട്ടു. വലിയ ഇഷ്യൂ ആയി, ഭയങ്കര ഇഷ്യൂ ആയി. നമ്മൾ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും, വലിയ 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 ഭൂകമ്പം ഉണ്ടായി, അവരെ അറസ്റ്റ് ചെയ്യണമെന്നായി. അവസാനം നിർത്തിയത് കൊണ്ട് നമ്മുടെ കോൺഗ്രസ്സുകാരും പിന്നെ നമ്മുടെ മുസ്ലിം ലീഗുകാരും കൊണ്ട് പരാതി കൊടുക്കുന്നു. DYFIക്കാർ സമരം നടത്തുന്നു. കാരണം എല്ലാവർക്കും മുസ്ലിം വോട്ടാണല്ലോ, അപ്പം അത് വെച്ചിട്ടുള്ള അഭ്യാസമാണ്. അങ്ങനെ ഇത് നടത്തുന്നു. രാഷ്ട്രപിതാവിനെ കൊന്ന ഒരാളെ പ്രകീർത്തിച്ച് പോസ്റ്റ് ഇട്ട് കമന്റ് ഇട്ട ഒരാളെ അറസ്റ്റ് ചെയ്യണം. അങ്ങനെ 153 സെക്ഷൻ 153 ഇന്ത്യൻ പീനൽ കോഡ്, അതായത് കലാപം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന് അവർക്കെതിരെ കേസ് എടുത്തു. ബെയിലബിൾ ഒഫൻസ് ആണ്. അവരെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്തു, ജാമ്യത്തിൽ വിടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് ഡീനായിട്ട് ഒരു പോസ്റ്റിംഗ് കിട്ടുന്നു. NIT-യിലെ ഡീൻ, എന്തിന്റെ ഡെവലപ്മെന്റ് ആൻഡ് സംതിങ്, ഡെവലപ്മെന്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഡീൻ. വീണ്ടും പ്രശ്നം, ഭയങ്കര പ്രശ്നം. അപ്പൊ പ്രശ്നം നമ്മൾ കത്തി കയറിയപ്പോ നമ്മുടെ News 18 ചാനൽ, News 18 അംബാനിയുടെ ആണ്, അംബാനിയുടെ അതാനിയുടെ ബിസിനസ് ടൈപ്പിന്റെ ആണ്. പക്ഷെ ഇവിടെ ഉള്ളതെല്ലാം കമ്മി സഹാക്കൾ, നമ്മുടെ എന്താ ലല്ലു എന്നൊക്കെ പറയുന്ന, അതായത് അന്തം കമ്മി തീട്ട സഹാക്കൾ ആണ് അതിനകത്ത് മുഴുവൻ. അങ്ങനെ ഒരു സഖാവാണ് ഈ ചർച്ച നയിച്ചത്, അപർണ കൂട്ട്. അവരുടെ ശരിക്കുള്ള പേര് അപർണ എന്നാണ്. കാരണം അതിന്റെ റെക്കോർഡുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപർണ എന്നാണ്. ഈ അപർണ കുറുപ്പ് എന്നാണ് ഈ കുറുപ്പ് എന്നുള്ള സാധനം. അത് ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമ്മൾ പ്രതാപവർമ്മ തമ്പാൻ, ഒരു കോൺഗ്രസ് നേതാവാണ് പ്രതാപവർമ്മ തമ്പാൻ. അതുമാതിരി ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമ്മുടെ നിള നമ്പ്യാർ, അവരൊരു മുസ്ലിം സ്ത്രീയാണ്. പക്ഷെ നിള നമ്പ്യാർ എന്നൊരു പേര് സ്വീകരിച്ചു. അപർണ കുറുപ്പ്, അങ്ങനെ കുറുപ്പ് അതിനകത്ത് ചേർത്തു. എന്നു മൂലം ആർക്കും അറിയില്ല. പക്ഷെ അപർണ കുറുപ്പ് വളരെ പെട്ടെന്ന് അടുത്തിറക്കി മുതൽ അപർണ കുറുപ്പായി അറിയപ്പെട്ടു തുടങ്ങി. ഇങ്ങനെ അപർണ കുറുപ്പ് നയിക്കുന്ന ഒരു ചർച്ച, അതില് ഷാഫി ചാലിയൻ എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ ഒരു കച്ചറ നേതാവ്, ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല, ആരായാലും ഇതുപോലെ ഒരു നേതാവെന്ന് പറയപ്പെടുന്നത്. പിന്നെ നമ്മുടെ രാഹുൽ ഈശ്വർ, പിന്നെ ഉള്ളത് സുപ്രീം കോർട്ട് ലോയറായിട്ടുള്ള അഭിലാഷ്, പിന്നെ ഷാബു പ്രസാദ്, വലതു ചിന്തകൻ ഷാബു പ്രസാദ്. ഇത്രയും പേരെ വെച്ചോണ്ടാണ് ഈ ചർച്ച. പിന്നീട് CPM-ന്റെ ആയിട്ടൊരു സഖാവും, പേരറിയില്ല, ഏതോ ഒരു സഖാവ്, കോഴിക്കോട് ഭാഗത്താണുള്ള സഖാവാണ്. അയാളുണ്ട്. ഇത്രയും പേര് ഭയങ്കര പൊളിഞ്ഞ ചർച്ചയ്ക്കുള്ള ആരംഭമാണ്. അപ്പൊ അതിന് മുമ്പ് ഭയങ്കര ഒരു ഇൻട്രോ ഒക്കെ ഉണ്ട്. ആ ഇൻട്രോയില് ഞാനിത് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ, ഈ അപർണ കുറുപ്പ് എന്ന് പറഞ്ഞ ഈ അന്തം കമ്പനി ഞാൻ മനസ്സിലാക്കിയത് വെറും ഒരു തേർഡ് റേറ്റ് അന്തം തിട്ട സഖാവാണ്. ഒരു തീരെ വിവരമില്ലാത്തൊരു സഖാവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ശരിയാവണമെന്നില്ല, പക്ഷെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അതാണ്. പിന്നെ അവരുടെ ആ പെരുമാറ്റവും അവരുടെ ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാര്യം കിട്ടും. അതിനകത്ത് സ്റ്റഫൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് കാര്യം കിട്ടും. അപ്പൊ അവരുടെ
രണ്ട് ഡയലോഗ് ഞാനൊന്ന് വായിക്കാം. ഇന്ത്യ എന്ന രാജ്യത്തെ രക്ഷിച്ചത് മഹാത്മാഗാന്ധിയുടെ ഘാതകൻ നാഥുറാം ഗോഡ്സെ എന്ന പ്രകീർത്തിക്കുന്ന ഒരു അധ്യാപിക. അത് ആ ഷൈജയാണത്. അപ്പൊ അവർ അതിനൊരു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വൈ ഐ കിൽ ഗാന്ധി എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതായത് നാഥുറാം ഗോഡ്സെ പിന്നെ വെടിവെച്ചതിന് ശേഷം, ഗാന്ധിയെ കൊന്നതിന് ശേഷം കീഴടങ്ങി പ്രോസിക്യൂഷന് വിധേയമായി അദ്ദേഹം കുറ്റം സമ്മതിക്കുന്നു കോടതിയിൽ. ഞാൻ തന്നെയാണ് ചെയ്തത് എന്ന് സമ്മതിക്കുന്നു. അദ്ദേഹത്തിന് വക്കീലൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം സ്വയമായിട്ടാണ് കേസ് നടത്തിയത്. അവസാനം 313 എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട്. അതായത് പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രതി പറയണം. അപ്പൊ ആ പ്രതി പറയുന്ന ഭാഗത്ത് അദ്ദേഹം അത് എഴുതി വായിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അത് എഴുതി വായിക്കാൻ പറ്റില്ല എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. അതിനുവേണ്ടി ഓരോ ദിവസങ്ങളോടെ നീണ്ടുന്ന വാദം, വായിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ വായിക്കാൻ കോടതി അനുമതി നൽകുന്നു. അങ്ങനെ അദ്ദേഹം എന്തുകൊണ്ടാണ് ഞാൻ ഗാന്ധിയെ കൊന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള 313 സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് പുറത്തു വിട്ടിട്ടില്ലായിരുന്നു. നെഹ്റുവിന്റെ കാലത്തും ഇന്ദിരാഗാന്ധിയുടെ കാലത്തും ഒന്നും ഈ സാധനം പുറത്തു വിട്ടില്ലായിരുന്നു. അതൊരു പുസ്തക രൂപത്തിൽ ഇറങ്ങി. ആ പുസ്തകവും അടുത്തത് വരെ ബാൻഡായിരുന്നു. കാരണം അദ്ദേഹം കാര്യകാരണ സഹിതം പറഞ്ഞത് എന്തുകൊണ്ട് ഞാൻ കൊന്നു, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. ഞാൻ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ എന്റെ തലമുറകൾ ഇതിനു വേണ്ടി ചീത്തകൾ കേൾക്കുന്നത് എനിക്കറിയാം. എന്നാലും ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഒരു കടമയായി തോന്നി ഈ ഭാരതത്തിന് വേണ്ടി എന്ന് പറഞ്ഞാണ് അദ്ദേഹം അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് വായിച്ചിട്ട് അവർക്ക് തോന്നിയൊരു അഭിപ്രായമാണ് എന്ന് അവർ പറഞ്ഞു. അവർ എക്സ്പ്ലെയിൻ ചെയ്തു. അവർക്ക് തോന്നിയൊരു അഭിപ്രായമാണ് ഈ ഇന്ത്യയെ രക്ഷിച്ചത് ഗോഡ്സെയാണ്. അത് അവരുടെ അഭിപ്രായം പറയുന്നത് ഒരു കാരണവശാലും അതിപ്പം ഒരു ഘാതകന് അനുകൂലമായിട്ടാണെങ്കിലും അഭിപ്രായം പറയുന്നത് ഒരു കാരണവശാലും ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഒരു കുറ്റമില്ല. 153 എന്ന സെക്ഷനാണ് ഇപ്പോൾ അവർക്ക് ഇട്ടിരിക്കുന്നത്. ഒരു കാരണവശാലും അതായത് റയറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ആഹ്വാനം, കലാപം ഉണ്ടാക്കാനുള്ള ആഹ്വാനം, ഒരു കാരണവശാലും സെക്ഷൻ നിൽക്കത്തില്ല. നമ്മൾ ഹൈക്കോടതിയിൽ അത് ക്വാഷ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അത് പുല്ലുമാരി ക്വാഷ് ചെയ്ത് പോവുകയും ചെയ്യും. യാതൊരു കുഴപ്പമില്ല. കാരണം അത് നിൽക്കില്ല, കേസ് നിൽക്കില്ല. അങ്ങനെ ഗോഡ്സെ ഒന്ന് പ്രകീർത്തിച്ചാൽ ഉടനെ ഇവിടെ ഒഫൻസ് വരത്തക്ക രീതിയിൽ ഒരു സെക്ഷൻ ഇന്ത്യൻ പീനൽ കോഡിൽ ഇല്ല. അത് ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിതയിൽ ഇല്ല. അത് ഞാൻ പറഞ്ഞേക്കാം. പിന്നെ മഹാത്മാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി രാഷ്ട്രപിതാവാണ് എന്ന ഒരു ഡിസ്പ്യൂട്ടഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം പണ്ടുള്ള പല നേതാക്കളും, അതായത് നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെയൊക്കെ അദ്ദേഹത്തെ രാഷ്ട്രപിതാവ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും അദ്ദേഹത്തെ രാഷ്ട്രപിതാവായിട്ട് കാണില്ല. കാരണം അങ്ങനെ രാഷ്ട്രപിതാവായി ഒഫീഷ്യലായിട്ട് സർക്കാർ ഒരിടത്തൊന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഒരു ഓർഡർ പോലും ഇറക്കിയിട്ടില്ല. നമ്മുടെ രാഷ്ട്രപിതാവായി മഹാത്മാഗാന്ധി അംഗീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി മോഡിജി പറയുന്നുണ്ടായിരിക്കും, BJP നേതാക്കൾ പറയുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് അത് അങ്ങനെ അംഗീകരിക്കാതിരിക്കാനുള്ള അവകാശം ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഉണ്ട്. മാത്രമല്ല കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 18 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു ടൈറ്റിലും ആർമിയുടെ അല്ലാതെ ഒരു ടൈറ്റിലും ഇന്ത്യയിൽ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു ടൈറ്റിൽ ഇനി കൊടുക്കാനും പറ്റില്ല. ഇനിയിപ്പോ ആരെങ്കിലും വിചാരിച്ചാൽ അദ്ദേഹത്തിന് രാഷ്ട്രപിതാവായിട്ട് ചാർത്തി കൊടുക്കാനും പറ്റില്ല. അപ്പം ഗാന്ധി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു കോൺഗ്രസ് രാഷ്ട്രീയക്കാരൻ. അദ്ദേഹത്തെ വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അദ്ദേഹത്തിന്റെ പോളിസികളെ വിമർശിക്കാൻ അവകാശമുണ്ട്. അതാണ് ഗോഡ്സെ ചെയ്തത്. അത് പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്ന് നിയമവിരുദ്ധ പ്രവർത്തിയായി മാറി. കൊല്ലുക എന്ന് പറഞ്ഞാൽ ആർക്കും കൊല്ലാൻ അവകാശമില്ല. അദ്ദേഹത്തെ കൊല്ലേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പക്ഷെ അത് അദ്ദേഹം ചെയ്തു. അത് ശരിയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ആരും പറഞ്ഞിട്ട് എന്റെ അറിവില്ല. ഗാന്ധിയെ കൊന്നത് ശരിയാണെന്ന് ആരും പറഞ്ഞിട്ട് എന്റെ അറിവില്ല. ഗോഡ്സെ പ്രവർത്തിക്കുന്നവരുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിലൊരാളായിരിക്കും ഷൈജാണ്ടവരുടെ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അതൊന്നും ഒരു ഇല്ലീഗാലിറ്റി ഇല്ല. അപ്പൊ അവിടെ നിൽക്കട്ടെ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ വേണം നിങ്ങൾ ഇതിനെ കാണാൻ, ഈ എന്റെ സിറ്റുവേഷനെ കാണാൻ. അപ്പൊ ഇവരുടെ വാചകം കേൾക്കാം നമുക്ക്. ഈ വെച്ചെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പിന്നെ ടിവി ഈ ന്യൂസൊക്കെ വായിക്കാനായിട്ട് നമുക്ക് കയറി കഴിഞ്ഞാൽ വേറൊരു അപർണക്കുറിപ്പാണെന്നാണ് പറഞ്ഞത്. സാധാരണ അപർണക്കുറിപ്പില്ല, വേറൊരു അപർണക്കുറിപ്പായ ഭാവമാറ്റം വരും. പിന്നെ തകർത്താടുക. അപ്പോ അദ്ദേഹം പറയുന്നു, നേരത്തെ പറഞ്ഞ ഇന്ത്യ എന്ന രാജ്യത്തെ രക്ഷിച്ചത് മഹാത്മാഗാന്ധിയുടെ ഘാതകൻ നാഥുറാം ഗോഡ്സെ എന്ന പ്രകീർത്തിക്കുന്ന ഒരു അധ്യാപിക. നീ എന്നെ പറ്റിയാണ് വാവിട്ട കോടാലി പോലെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന, അറക്കഴഞ്ച് വെളിവില്ലാത്ത, അതായത് തീരെ വെളിവില്ലാത്ത, എനിക്ക് വെളിവില്ല എന്നാണ് അവരുടെ അലിഗേഷൻ. വെളിവില്ലാത്ത ഒരു വക്കീലിന്റെ ശുദ്ധ പോകൃത്തരമായ FB പോസ്റ്റിന് കമന്റ് ഇടുന്ന NIT പ്രൊഫസർ. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, വാവിട്ട കോടാലി പോലെ സംസാരിക്കുന്നത്
അറകുഴഞ്ചൻ വെളിവില്ല, അതായത് തീരെ ബോധമില്ലാത്തത്. നല്ല അലിഗേഷനാണ്, ഡിഫമേഷനെ പറ്റിയ അലിഗേഷനാണ്. 10-30 വർഷം ഹൈക്കോടതിയിൽ ഇപ്പൊ സുപ്രീം കോടതിയിലും പ്രാക്ടീസ് കൊണ്ടിരിക്കുന്ന ഒരു വക്കീലിന് വെളിവില്ല എന്നൊരാൾ പറഞ്ഞാൽ വെളിവില്ല എന്നുള്ളത് തെളിയിക്കണമല്ലോ. പോട്ടെ. പിന്നെ എന്റെ FB പോസ്റ്റ് പൂകൃതരമാണ്. നല്ല ഭാഷ അറിയാം, ഭാഷ നല്ല പ്രൊഫസറിന്റെ മോളം കണ്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ NSS കോളേജിലെ പ്രൊഫസറുടെ മോളെന്നാണെന്ന് പറയുന്നത്. അപ്പൊ നല്ല ഭാഷ ശുദ്ധത കാണും, വീട്ടിൽ പഠിപ്പിച്ച ഭാഷയില്ലേ അത് കാണും. ജീവിലിരുന്ന് ഉപയോഗിക്കുന്ന വാക്കാണ് ശുദ്ധ പൂകൃതരമായ ഒരു FB പോസ്റ്റ്. അപ്പൊ FB പോസ്റ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇദ്ദേഹത്തെ ആരാധിക്കുന്ന, ഗോഡ്സെ ആരാധിക്കുന്ന ധാരാളം പേർ, അല്ലെങ്കിൽ ഗോഡ്സെ ഹീറോയി കാണുന്ന ധാരാളം പേർ ഇന്ത്യയിൽ. അതിനകത്ത് എന്താ പൂക്കൃതം? സത്യമല്ലേ, അത് പൂക്കൃതരാവുന്നതിന്. പോട്ടെ. അത് കഴിഞ്ഞ് ഇവർ പിന്നെ തുടരുകയാണ് ഈ ഷൈജ ആണ്ടവന്. ഇതിനിടെ രജിസ്ട്രാറിന്റെ ഉൾപ്പെടെ ഉള്ളവരെ മറികടക്കാൻ കഴിയുന്ന തരത്തിൽ സീനിയോറിറ്റി ക്രമം പോലും അട്ടിമറിച്ച് ഇവർ പറയുകയാണ്. ഇവർ TV-യിൽ ഇരുന്ന ഉത്തരവാദിത്തോടെ പറയേണ്ട ഒരു സ്ത്രീ, ഒരു ആങ്കർ, TV ആങ്കർ, ഒരു മീഡിയ പേഴ്സൺ. ഈ മീഡിയ പേഴ്സണൊക്കെ ഇപ്പോഴത്തെ ഈ മീഡിയ പേഴ്സണൊക്കെ എന്തൊരു യാതൊരു ബേസിക് സ്റ്റാൻഡേർഡോ ബേസിക് നോളജോ ഇല്ല എന്നുള്ളത് ഇവരുടെ ഈ സ്റ്റേറ്റ്മെന്റിൽ തന്നെ വളരെ ക്ലിയർ. ഇവർ തീരെ വിവരമില്ല എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ക്ലിയർ. ഒരു ഫാക്ട്സും മനസ്സിലാക്കാതെ, ഒരു ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാതെ എന്നും വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് ആണ് ഈ TV എന്നുള്ളത് ആണ് ഇത് കാണിക്കുന്നത്. ഇതിനെ രജിസ്ട്രാറിനെ ഉൾപ്പെടെയുള്ളവരെ മറികടക്കാൻ കഴിയുന്ന തരത്തിൽ സീനിയോറിറ്റി ക്രമം പോലും അട്ടിമറിച്ച് ഷൈജ ആണ്ടവന് ഡീനായി സ്ഥാനം കയറ്റം നൽകിയിരുന്നു. യോഗ്യരായ എത്രയോ സീനിയർ പ്രൊഫസർമാരെ അടക്കം പരിഗണിക്കാതെ നടത്തുന്ന ഷൈജയുടെ നിയമത്തിനെതിരെ ക്യാമ്പസ് കലാഭൂമിയായി. ഇവർ പറയുന്ന സീനിയോറിറ്റി ക്രമം അട്ടിമറിച്ചു. ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ? സീനിയോറിറ്റി ക്രമം അട്ടിമറിച്ചു. നിങ്ങൾക്ക് ഷൈജ ആണ്ടവനെ പറ്റി എന്തെങ്കിലും അറിയാമോ? NIT-യിലെ ഡീനിന്റെ അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്? നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഈ അപർണയ്ക്ക് എന്ത് കിട്ടുന്നു വിളിച്ചു പറയാനുള്ള സ്ഥലമല്ല നിങ്ങളുടെ ന്യൂസ് 18. നിങ്ങൾ ഈ ഷൈജ ആണ്ടവനെതിരെയും ഒരു സീരിയസ് ആയിട്ടുള്ള ഡിഫമേഷൻ മെറ്റീരിയലാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഈ പറഞ്ഞ കൊതുകിനെ ഒന്നും ആരും AK-47 വെച്ച് വെടിവെച്ച് കൊല്ലാറില്ല. ഇങ്ങനെ അടിച്ചു കൊല്ലേണ്ട കാര്യമുള്ളൂ കൊതുകിനെ. അതുകൊണ്ടാണ് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാത്തത്. പക്ഷെ എന്നാൽ ഇതിന് മറുപടി അർഹിക്കുന്നു എന്ന് തോന്നുകൊണ്ട് മാത്രം വന്നു എന്നുള്ളത്. ഈ സീനിയോറിറ്റി മറികടന്നെന്ന് നിങ്ങൾക്ക് ആരാ ഇൻഫർമേഷൻ തന്നെ അപർണ? പിന്നെ അവര് പറയുന്ന യോഗ്യരായ എത്രയോ സീനിയർ പ്രൊഫസർമാരെ അടക്കം പരിഗണിക്കാതെ. നിങ്ങൾക്ക് ഈ സ്ത്രീയുടെ ഷൈജ ആണ്ടവന്റെ സീനിയോറിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? നിങ്ങൾക്ക് ആരാണെന്ന് അറിയാമോ ഷൈജ ആണ്ടവൻ? അവർ ആ NIT എന്നുള്ള സ്ഥാനത്തിൽ 38 വർഷം അധ്യാപക പരിചയമുള്ള ഒരു സ്ത്രീയാണ്. 2-2.5 വർഷം കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യാണ്ടിരിക്കും. 38 വർഷം പരിചയമുള്ളത്. അവർ സീനിയർ മോസ്റ്റ് പ്രൊഫസറാണ് NIT-യില്. നിങ്ങൾക്ക് എന്തറിയാം അവരെ പറ്റി? എന്തും വിളിച്ചു പറയാമോ? 38 വർഷം പരിചയമുള്ള ഒരു സ്ത്രീ. അവര് ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്, സീനിയർ മോസ്റ്റ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ അത് കൂടാതെ അവര് സെന്റർ ഫോർ ക്ലീൻ എനർജി ആൻഡ് സർക്കുലർ എക്കണോമി എന്ന് പറഞ്ഞൊരു പിന്നെ ഒരു ഇതിന്റെ ഫാക്കൽറ്റി, ഒരു സെന്റർ, ആ ഫാക്കൽറ്റി സെന്ററിന്റെ ചെയർപേഴ്സൺ ആണ്. അവരുടെ കീഴിൽ 40 ഫാക്കൽറ്റീസ് വർക്ക് ചെയ്യുന്നത്. 40 ഫാക്കൽറ്റീസ്. അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്ത്രീയെ ഡീനാക്കി വെച്ചതിന് നിങ്ങൾ എന്താ പറഞ്ഞാൽ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല, അവരെ സീനിയോറിറ്റി മറികടന്നു, അവരെക്കാട്ടിയും യോഗ്യരായുള്ളവരുണ്ടായിരുന്നു. എന്തൊക്കെ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്ക് എന്ത് ഐഡിയ ഇതിനെ പറ്റിയുള്ളത്? എന്തും വന്ന് TV-യിൽ ഇരുന്ന് പറയാമോ? എല്ലാവരും ഉണ്ടാകെ കേട്ടോണ്ട് പോകുന്നു. നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ് നിങ്ങൾക്ക് നിങ്ങളെ വലിയ ചുക്കുമല്ല. നിങ്ങൾക്കൊരു ചുക്കും അറിയത്തില്ലെന്ന് വളരെ ക്ലിയർ അല്ലേ? ഇതിൽ നിന്ന് തന്നെ ക്ലിയർ അല്ലേ? വല്ല ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? ആ കോടതി നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കണം. ആ കോടതിയുടെ ഞാൻ പറയുന്നുണ്ട്, പോലീസ് IPC 153 കലാപം ഉണ്ടാക്കാനുള്ള പ്രകോപനത്തിനാണ് കേസെടുത്തത്. ഈ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിചാരണ തുടങ്ങിയിട്ടില്ല. ഒരു ആരോപണമായിട്ട് പറയുകയും നിങ്ങൾക്ക് ഈ കേസ് കോടതിയെ പറ്റി എന്ത് ചുക്കറിയാം? കുറ്റപത്രം സമർപ്പിക്കുകയും വിചാരണ ചെയ്യുന്നതിന്റെ ചില പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ? ഇത് നിങ്ങളുടെ ന്യൂസ് 18-ൽ ഇരുന്ന് ഈ മറ്റേ കപ്പലണ്ടി നിന്നിട്ട് അങ്ങോട്ട് ലല്ലുവൊക്കെ ആയിട്ടിരുന്ന് വർത്താനം പറയുന്ന മാതിരി അല്ല ഇത് കോടതി കാര്യങ്ങളൊക്കെ. അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. അപ്പോ ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ ഈ ചർച്ച ഇങ്ങനെ മുമ്പോട്ട് പോവാണ്. അപ്പൊ അതിനിടയ്ക്ക് ഈ സ്ത്രീ വന്ന് പിന്നെയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഷാഫി ചാലിത്തിനെ ക്ഷണിക്കുകയാണ്. ഷാഫി ചാലി
അദ്ദേഹം ഒരു മുസ്ലിം, ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിം ലീഗിന്റെ ഏണ്ടോ ഗുണാൻഡ്രാന്നാണ് പറയുന്നത്. അപ്പൊ അത് ഷാഫി ചാലിയും ഇങ്ങോട്ട് വന്നിട്ട്, ഒരു മിനിറ്റ് ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഞാൻ പറയാം. ഷാഫി ചാലിയം എന്ന് പറഞ്ഞ പ്രസംഗം ആരംഭിക്കണം. അതൊന്ന് ഞാൻ വായിക്കാം. ഷാഫി ചാലിയത്തിനെ കൂടെ നിങ്ങൾ കേൾക്കണം എന്താണ് ഈ ജിഹാദി മുസ്ലിം ലീഗുകാരൻ പറഞ്ഞതെന്നുള്ളത്. ഇവിടെ 2025 ജാനുവരിയിലാണ് ഒരു അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന ഒരു തല്ലിപ്പൊളി വക്കീൽ എന്ന് തന്നെ പറയും. പറഞ്ഞ എനിക്കൊരു വിരോധമില്ല. തല്ലിപ്പൊളി വക്കീൽ എന്ന് തന്നെ പറയും. ഇനിയാണ് പ്രധാനം. പാവപ്പെട്ട ഹിന്ദു ഭക്തരെ ഉപയോഗപ്പെടുത്തി പൗരാണികമായ 100, 1000, 2000 കൊല്ലം പഴക്കമുള്ള ക്ഷേത്രാവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ടെന്നും അത് ഞാൻ കണ്ടെത്തി തരാമെന്നും പറഞ്ഞ് ഹിന്ദു ഭക്തരെ ചൂഷണം ചെയ്ത് പണം കുടുങ്ങിയ അനേകം പരാതികൾ നേരിട്ടിട്ടുള്ള ഒരു കള്ള വക്കീലാണ് ഈ കൃഷ്ണരാജ് എന്ന കൃഷ്ണരാജ്. ഈ കൃഷ്ണരാജാണ് രാഷ്ട്രപിതാവിന് നേരെ വെടിവെച്ച ഗോഡ്സെ എന്നൊരു ഭീകരനെ രാഷ്ട്രം വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ വ്യക്തിയെ, ആ വ്യക്തിയെ പ്രകീർത്തിച്ച പോസ്റ്റ് ഇട്ടു. സത്യത്തിൽ ഈ സ്വമേധയാ ഈ വക്കീലിനെതിരെ കേരള പോലീസ് കേസെടുക്കണം, അല്ലെങ്കിൽ ബാർ കൗൺസിൽ ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം. ഇതൊന്നും അവർ ചെയ്തില്ല. എടോ മുസ്ലിം ലീഗുകാരാ, പാർട്ടിയുടെ പേരിൽ തന്നെ മതം കൊണ്ട് നടക്കുന്ന, വസ്ത്രത്തിലും ജീവിതത്തിലും ഭക്ഷണത്തിലും താഴി വയ്ക്കുന്നതിലും ഉൾപ്പെടെ എല്ലാത്തിലും മതം കാണുന്ന, ശരീഅത്ത് നടപ്പാക്കാൻ വേണ്ടി ജീവിക്കുന്ന, ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമാക്കണമെന്ന് പിന്നെ മദ്രസയിൽ നിന്നും പഠിച്ച് പുറത്തിറങ്ങിയ തനിക്ക് എന്തറിയാം ഈ രാജ്യത്തെ പറ്റി? താൻ ആരാ ഇതൊക്കെ പറയാൻ? പോലീസ് കേസ് എടുക്കണം. എന്ത് വകുപ്പാണ്? തനിക്ക് ഇന്ത്യൻ പീനൽ കോഡ് എന്താണെന്ന് അറിയാമോ? താൻ കണ്ടിട്ടുണ്ടോ? അത് BNS സാധനം, ഇപ്പോഴത്തെ BNS സാധനം താൻ കണ്ടിട്ടുണ്ടോ? എനിക്ക് അറിയാമോ? ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമോ ഇയാൾക്ക്? തനിക്ക് എന്ത് കുന്ത്രാണ്ടോ അറിയാം ഇന്ത്യൻ പീനൽ കോഡിനെ പറ്റി, ഇന്ത്യൻ നിയമവ്യവസ്ഥ? ഇത് ശരീഅത്തിന്റെ രാജ്യമല്ല, ഇത് ശരീഅത്ത് നടക്കുന്ന രാജ്യമല്ല. ഇത് ഇന്ത്യ മഹാഭാരതമാണ്, ഇന്ത്യ രാജ്യമാണ്. ബാർ കൗൺസിൽ കേസ് എന്ത് വകുപ്പാണോ എനിക്ക് പറയാനുള്ളത്? ഇത് തന്നെ മുസ്ലിം ലീഗിന്റെ പാർട്ടി ഓഫീസോ അതോ പാണക്കാട് ശിഹാബ് തങ്ങളുടെ വീടോ ഇഷ്ടമുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ? ഇതൊക്കെ താൻ ആരോടെ ഇതൊക്കെ പറയുന്നത്? ഞാൻ തനിക്ക് വാറോളം തരുന്നോ? ഞാൻ എവിടെയാണോ ഞാൻ ഹിന്ദുക്കളെ കളിപ്പിച്ചത്? എനിക്കതിന് എവിടെയാണോ പരാതി ഉള്ളത്? താൻ വന്ന് തെളിയിക്കുക, ഞാൻ കാണിച്ചു തരാം. താൻ എന്താ ധരിച്ചിരിക്കുന്നത് എന്നും വിളിച്ചു പറയാമോ? എടോ, അമ്പലനടയിൽ പച്ചക്കിട്ട് കത്തിക്കും, അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കും എന്ന് പറഞ്ഞ പാർട്ടിയുടെ നേതാവല്ലേടോ താൻ? ജിഹാദി വർഗീയവാദി. എന്നിട്ട് TV വന്നിരുന്ന നമ്മൾ ഈ ന്യായം പറയുന്നു, രാഷ്ട്രപിതാവിനെ പറ്റി പറയാം. തനിക്ക് എന്താ അധികാരമുള്ളത് അതിനെ പറ്റി? ഇവിടെ ടർക്കിയിലെ കണ്ട ഒരുത്തനെ ബ്രിട്ടീഷുകാര് എന്താണ്ടോ ചെയ്തു, അതിനെ പുറത്താക്കി കണ്ടോ. ഇവിടെ 1920 മലബാർ കലാപം നടത്തിയതിന്റെ പിന്തുടർന്നക്കാരനല്ലേ എഴുതാൻ? ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ വെട്ടിക്കൊന്നവന്മാരുടെ പിന്തുടർന്നക്കാരനല്ലേ എഴുതാൻ? അവൻ വന്ന് വർത്താനം പറഞ്ഞു, ഹിന്ദുക്കളെ ഞാൻ പറ്റിച്ചെന്നോ? ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങളുടെ കാര്യം, താൻ അതിനകത്ത് ഉണ്ടാക്കാൻ വരണ്ട. ഒരാഴ്ചക്കകം എനിക്ക് ഞാൻ വാറോല അയക്കുന്നുണ്ട്. ഒരാഴ്ചക്കകം എനിക്കെതിരെ വന്നിരിക്കുന്ന കേസ്, ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് എനിക്കെതിരെ വന്നിരിക്കുന്ന കേസുകൾ എന്താണെന്ന് താൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ കാണിച്ചു തരാം താൻ എന്താണെന്നുള്ളത്. നിയമങ്ങളോട് ഞാൻ കാണിച്ചു തരാം തന്നെ എന്താണെന്നുള്ളത്. ഇവിടുത്തെ ഇന്ത്യൻ നിയമം, ഇന്ത്യൻ പീനൽ കോഡും, അതായത് ഭാരതീയ ന്യായ സംഹിതയും കാര്യങ്ങളും ഒക്കെ എന്താണെന്നുള്ളത് തന്നെ ഞാൻ പഠിപ്പിക്കാൻ. ഞാൻ എന്താ താൻ ധരിച്ചേക്കുന്നത് എന്നും പറയാമോ? പച്ചക്കിട്ടന്നെ കത്തിക്കിടോ എന്നാ? ഇത് സിറിയയും പാകിസ്ഥാനും ഒന്നും അല്ല. താങ്കൾ ധരിച്ചിരിക്കുന്ന മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗമല്ലെന്നോ? അവിടെ നിന്ന് എന്നും പറയാമെന്നോ? കൈ വെച്ചാൽ മതി അതൊക്കെ. അപ്പൊ ഉടനെ അപർണ കൊടുത്ത് വീണ്ടും ഇടയിലോട്ട് കയറി. വ്യക്തിപരമായി കൂടി ഇതിൽ ഇടപെടുന്നത്, ഞാനിപ്പോ ഇതിൽ അദ്ദേഹത്തിന് നിർത്തിയിട്ട് പറയും, ഇതിൽ ഇടപെടുന്നത് വ്യക്തിപരമായി കൂടി പറയാനാണ്. മാധ്യമ പ്രവർത്തകർക്കടക്കം, ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്ക് അടക്കം വളരെ മോശമായ ഭാഷയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്ന ഒരാൾ കൂടിയാണ് ഇയാൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇടുന്ന കണ്ടന്റ് എന്താണെന്നുള്ള ബോധം പോലും ഒരു പ്രൊഫസർക്ക് ഉണ്ടാകുന്നില്ലേ? അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ
ഇവരൊരു, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു അന്തം കമ്മി തീട്ട കമ്മി, ഒരു സഖാവാണ്, വെറും തറ സഖാവ്, ആരും ഒരു ഇല്ലാത്ത നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ CIQ കാരുടെ പോലും അവരുടെ എന്നോട് വർക്കേഴ്സ് കുറച്ചൊക്കെ സ്റ്റാൻഡേർഡ് ഉണ്ട്, അവർക്ക് ജീവിതം അറിയാം എന്താണെന്നുള്ളത്, അതുപോലും ഇല്ലാത്തൊരു തേർഡ് റേറ്റ് ഫെലോ. അവർ ആ ഒരു ലെവലിലെ ചിന്താഗതി ഉള്ളൂ അവർക്ക്. അവര് ആവേശം മൂത്തിട്ട് ഒരിക്കൽ TV ഇരുന്ന് പറഞ്ഞു, നരേന്ദ്രമോദി വീണ്ടും ജയിച്ചാൽ ഞാന് കാവി സാരി ഉടുത്ത് പിന്നെ ന്യൂസ് വായിക്കണം. നരേന്ദ്രമോദി ജയിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടു, ആകെ ഇത്രേ ഇട്ടുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രി ആയപ്പോൾ വാക്കു പാലിച്ച് കാവി സാരി ഉടുത്ത് ന്യൂസ് വായിച്ച അപർണ കുറുപ്പിന് അഭിനന്ദനങ്ങൾ, ഇത്രയേ ഉള്ളൂ കേട്ടോ പോസ്റ്റ്. ഇത് കേട്ടപ്പോൾ സ്ത്രീ പ്രധാനം ഇവരെന്നെ ഫോൺ ചെയ്തേക്കുന്നു. നിങ്ങൾ നാളെ എന്റെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്റെ ഡീറ്റെയിൽസ്. ഇവരെന്നെ ഫോൺ ചെയ്തേക്കുന്നു ഇവരുടെ മൊബൈലിൽ നിന്ന്, അപർണ കുറുപ്പിന്റെ മൊബൈലിൽ നിന്ന്. മാർച്ച് 8 തീയതിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവരെന്നെ ഫോൺ ചെയ്ത് വരട്ടുന്നു. ഞാൻ വെച്ചിട്ട് കളഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. വരട്ടുന്ന കേസ് കൊടുത്തു. ഞാൻ മുഖി കേട്ടെന്ന് പറഞ്ഞു കേസ് കൊടുക്കാൻ. ഇതാണ് അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഈ അപർണ ഗ്രൂപ്പിനെ നമുക്ക് ഇതിവിടെ പറഞ്ഞങ്ങ് അവസാനിക്കും. കാരണം ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഡിഫമേഷനുള്ള സ്കോപ്പ് ഉണ്ട്. പക്ഷെ ഒരു എന്താ പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലം ഒരു വിവരമില്ലാത്തൊരു സ്ത്രീ, ഒരു പാവസ്ത്രീ, അതുകൊട്ടെ. അപ്പൊ അത് അവർക്ക് വിവരക്കേട്, ആ സഖാവിന്റെ ഒരു തള്ളിച്ചയും ബഹളമൊക്കെ ഉള്ളൂ. അവർ ധരിച്ചിരിക്കുന്ന ഈ ന്യൂസ് ഈ TV ആങ്കർ ആയി കഴിഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമാണെന്നാണ് ധരിച്ചിരിക്കുന്നത്. ഒരു ചുക്കും അല്ലെന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. ഒരു പട്ടി പോലും വില കൽപ്പിക്കത്തില്ല, ഒരു ശാപാലപ്പട്ടിയുടെ വില പോലും നാട്ടുകാരുടെ ഇല്ല എന്നുള്ളത് അവർക്ക് അറിയത്തില്ല. അവർ ധരിച്ചിരിക്കുന്ന അവരെയാണോ വലിയ ജഡ്ജിയാണ്, അല്ലെങ്കിൽ വലിയ ഇതൊക്കെയാണ്. കാരണം വെച്ചാൽ അതാണല്ലോ TV ഇരുന്ന് വലിയ ആൾക്കാരെയൊക്കെ പറയൂ, അങ്ങനെ പറയൂ, ഇങ്ങനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അവർ ധരിച്ചിരിക്കുന്നത് വലിയ സംഭവമാണ് ഞാൻ എന്നുള്ളതാണ് ധരിച്ചിരിക്കുന്നത്. പിന്നെ കേക്കു അപർണ ഞാൻ പറയുന്നൊന്നും കേൾക്കുക, എന്നെ പറയാൻ സമ്മതിക്കൂ അപർണ എന്ന് പറഞ്ഞാൽ പോയിരിക്കുന്ന കുറെ ഊച്ചാളികൾ, TV ചർച്ചയ്ക്ക് പോയിരിക്കുന്ന കുറെ ഊച്ചാളികൾ. അപ്പൊ അത് വിചാരിക്കും ഞാനാണ് വലിയ സംഭവം, എന്നൊരു ചുക്കും അല്ലെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്. കാരണം വിവരം തീരെ ഇല്ല എന്നുള്ള ഈ ഒരു ചർച്ചയിലെ വായിച്ച് കേൾപ്പിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല, തീരെ വിവരമില്ല എന്നുള്ളത് മനസ്സിലായില്ല. പിന്നെ ഒരുപാട് കളിക്കാൻ വന്നാൽ ഞാൻ അവരുടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അവനോന്റെ സ്വന്തം കാര്യങ്ങളും പ്രവർത്തികളും മനസ്സിലാക്കി അവസ്ഥയും മനസ്സിലാക്കിയിട്ടുള്ള ബാക്കിയുള്ളവരെ കയറി ചൊറിയാൻ പറ്റും. ആർക്കും ഒന്നും കാര്യങ്ങൾ അറിയില്ല എന്നൊന്നും അവരുടെ ധരിക്കരുത്, അങ്ങനെ ധരിക്കുകയും ചെയ്യരുത്. മനസ്സിലായില്ലേ? അങ്ങനെ ധരിക്കുകയും ചെയ്യരുത്. അവരുടെയൊക്കെ തിരുവനന്തപുരം ഒരു സെക്കൻഡ് ഇപ്പൊ പറയാം. ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ചെറിയൊരു ഡോക്യുമെന്റ് നോക്കുകയാണ്. ഒന്ന് ക്ഷമിക്കണേ, ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് തപ്പിയെടുത്തു കൊടുക്കണം. അവരുടെയൊക്കെ അതിനെ പറ്റി ഒരു വിവരം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ചാട്ടം കുറച്ചൊന്ന് നിൽക്കും. അതിനു വേണ്ടിയിട്ടാണ്. ഈ ഒരു ഹൈക്കോടതിയിലുള്ള നമ്മുടെ മൻസൂർ വക്കീൽ നടത്തിയ നടന്ന പെറ്റീഷണറായിട്ടുള്ള ഒരു ക്രിമിനലൻസി 33/16/2019 പറ്റി അറിയാമോ? ഓർമ്മയുണ്ടോ? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് 24/9/2020 തീർപ്പാക്കിയ ഒരു കേസാണ് അത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. അവരുടെ ഒരു സ്വന്തം കാര്യം ഞാൻ അതിനെ പുറത്ത് പറയാൻ ഉദ്ദേശിച്ചില്ല. ഞാൻ അവരെ ഓർമ്മിച്ചെന്നുള്ളേ ഉള്ളൂ. അതായത് നമ്മുടെ അഡീഷണൽ ഡിസ്ട്രിക്ട് കോർട്ട് SC നമ്പർ 248/2012 ഈ 2 കേസ് നമ്പർ അവരുടെ അറിയാമല്ലോ. ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല, വെറുതെ എന്നെ കൊണ്ട് പറയിക്കരുത് ദേവീത്. അതുമാതിരി ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. ദേവീത് എന്നെ കൊണ്ട് ഇതൊന്നും വലിച്ചു വെളിയിലേക്ക് ഇടരുത്.
കാരണം അപർണയുടെ തരത്തിൽ എനിക്ക് വീട്ടിൽ എന്നെ വളർത്തിയിരിക്കുന്നു. ഞാനും ഒരു കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു സോഷ്യോളജി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, യൂണിവേഴ്സിറ്റി കോളേജിലല്ല, അപർണയുടെ അമ്മ പഠിപ്പിച്ചിരുന്ന മാതിരി NSS കോളേജിലല്ല, ഇത് കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടത്ത് ക്യാമ്പസിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റാണ് സോഷ്യോളജി. അങ്ങനെ റിട്ടയർ ചെയ്ത ഒരാളുടെ മകനാണ് ഞാൻ. മനസ്സിലായില്ലേ? എനിക്കിട്ട പേര്, എനിക്ക് എന്റെ അച്ഛനിട്ട പേര് തന്നെ ഞാൻ ഇപ്പോഴും തുടരുന്നു. അല്ല, അതിനകത്ത് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കേസിനകത്തൊക്കെ അപർണയാണ്, അപർണ കുറുപ്പല്ല. എന്താണ് കേസ് ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അപർണയ്ക്കും അറിയാം ആ കേസ് എങ്ങനെ തീർന്നതെന്നും എനിക്കറിയാം. ആ തീർന്നത് ഒരു കാര്യം അപർണയോട് ഞാൻ പറഞ്ഞേക്കാം, അപർണയ്ക്ക് മനസ്സിലാകാൻ വേണ്ടി. ആ കേസ് വളരെ നിയമവിരുദ്ധമായിട്ടാണ് അത് ഒത്തുതീർന്നത്. അതും മനസ്സിലായിക്കോളൂ. ഹൈക്കോടതിക്ക് യാതൊരു പവറും ഇല്ല. കാരണം അപർണയോട് ഞാൻ പറയുന്നു, പോക്സോ ആക്ട് സെക്ഷൻ 21 ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം. സെക്ഷൻ 21 പോക്സോ ആക്ട് അനുസരിച്ചുള്ള ഒരു കേസ് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ ഒരു കോടതിക്ക് അധികാരമില്ല. പാർട്ടികൾ രണ്ടും ഒഫൻസ് ഉണ്ടെങ്കിൽ, ആ പരാതിയിൽ ഒഫൻസ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യും. ഇപ്പോഴും പൊക്കി എടുത്തുകൊണ്ട് വന്നാൽ ആ കേസ് നിൽക്കും എന്നുള്ളത് അപർണ മനസ്സിലാക്കും. വെറുതെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചാടി മറിഞ്ഞ്. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങളുടെ ന്യൂസ് 18 ഒരു ദളിത് കുട്ടിക്കെതിരെ ഒരു പീഡന ശ്രമം ഉണ്ടായ കേസ് അപർണയ്ക്ക് അറിയാമോ? അറിയാലോ. ആ പീഡന കേസിൽ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ള ലല്ലു എന്നൊക്കെ പറഞ്ഞ 4 പേര് പ്രതികളായിരുന്നു എന്നുള്ളത് അറിയാലോ. അത് ഹൈക്കോടതി തീർന്നു പോയെന്നുള്ള വേറെ കാര്യം. SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസ് ഉണ്ടായിരുന്നുള്ള അറിയാലോ. ആ കേസിനകത്ത് അവിടെ നടന്ന പ്രശ്നത്തിൽ ആ ദളിത് സ്ത്രീകളുടെ നിൽക്കാത്ത ഒരു ന്യൂസ് 18 ഒരു ആങ്കറാണ് നിങ്ങൾ എന്നുള്ള എല്ലാവർക്കും അറിയാം. അത് ആ സ്ത്രീയുടെ കൂടെ നിന്ന ഒരുപാട് പേര് പുറത്തായി. ശ്രീലാപിള്ള ഉൾപ്പെടെ ആ വിഷയത്തിലാണ് ന്യൂസ് 18 പുറത്തായതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോ ഒരു മൊറാലിറ്റി ഇല്ലാതെ ഒരു ദളിത് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ദളിത് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ച കുട്ടി, ആത്മഹത്യ ശ്രമിച്ചില്ലേ? ആത്മഹത്യ ശ്രമിച്ച കുട്ടി, ആ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് അതിനെതിരെ കേസുണ്ടായി. ഇവരെല്ലാം ഒളിയിൽ പോയി, 4 പത്രപ്രവർത്തകർ ഒളിയിൽ പോയി. അതിനകത്ത് കണ്ട ഒരാൾ വീണ്ടും അയാളും ആത്മഹത്യ ശ്രമിച്ചെന്ന് തോന്നുന്നു. എന്നാ ഞാൻ മനസ്സിലാക്കിയത്, അറിയില്ല, ശരിക്കറിയില്ല. പക്ഷെ എന്നാലും എനിക്ക് ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ ഉണ്ട്. ഞാൻ ആ ഫോണിൽ നിന്ന് എടുത്ത് നോക്കിയിട്ടില്ല, എനിക്ക് ഒരാൾ അയച്ചു തന്നിട്ടുണ്ടല്ല. അപ്പം സ്വയം കണ്ണിലെ ആ കരടൊക്കെ എടുത്ത് മാറ്റുക, അല്പമൊക്കെ വായിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് വേണം ഈ TV പരിപാടിക്കൊക്കെ വന്നിരുന്ന് ചാടിത്തുള്ളാൻ. അല്ലാതെ ഒരു കാര്യമില്ലാതെ ഇപ്പൊ നിങ്ങൾക്കെതിരെ വേണമെങ്കിൽ ഷൈജ ആണ്ടവന് കേസ് കൊടുക്കാം, NITക്ക് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാം. കാരണം ഫോൾസ് ആയിട്ടുള്ള അക്യൂസേഷൻസ് ആണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഫോൾസ്, അബ്സല്യൂട്ട്ലി ഫോൾസ്, മിസ്കൺസീവ്ഡ് ആയിട്ടുള്ള ഫോൾസ്. കാരണം അവിടുത്തെ പ്രൊസീജിയർ എന്താണെന്ന് നമുക്കറിയില്ല. NITയിൽ സെക്ഷൻ 153 എന്താണെന്ന് നിങ്ങൾ വായിച്ചു നോക്കില്ല, നിങ്ങൾക്ക് അറിയില്ല. വായിച്ചാൽ മനസ്സിലാകാൻ സാധ്യതയില്ല, എന്നാലും അറിയില്ല. അന്ന് ശ്രമിച്ചിട്ട് പോലും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാകാൻ മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് വേലയായിട്ട് ഇങ്ങോട്ട് വരണ്ട, ചാട്ടമായിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട. സാധാരണ ആളുകൾ പമ്മിയിരിക്കുന്ന ഒരാളല്ല ഞാൻ. ഇങ്ങോട്ട് പോകൃതരം കാണിച്ചാൽ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ കഴിവുള്ള ഒരാൾ തന്നെ ഞാൻ. അപ്പൊ ഇത്രയും പറയാനേ ഉള്ളൂ. അപർണ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു കൊതുകിനെ കൊല്ലാൻ ഒരു മെഷീൻ ഗൺ ഉപയോഗിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഷാഫി ചാലി അത് വേറെ കണ്ട, അത് നമുക്ക് നോക്കാം. ഷാഫി ചാലിന് ഞാൻ വീണ്ടും ഒരാഴ്ച സമയം തരുന്നു, ഒറ്റ ഒരാഴ്ച. എനിക്കെതിരെ അപമാനകരമായി പറഞ്ഞ തെറ്റായ ഈ സ്റ്റേറ്റ്മെന്റ്, അതായത് ഹൈന്ദവരെ പറ്റിച്ച് ക്ഷേത്രം പിടിച്ചെടുത്ത് കൊടുക്കാം, 2000 വർഷമുള്ള ക്ഷേത്രങ്ങളുണ്ട്, ആ ക്ഷേത്രങ്ങളൊക്കെ ഞാൻ എക്സ്കവേറ്റ് ചെയ്ത് അവരുടെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഹൈന്ദവരെ പറ്റിച്ച് പൈസ പിടുങ്ങി, അതിനെതിരെ എനിക്ക് അങ്ങനെ പൈസ പിടുങ്ങിയതിനെതിരെ എനിക്കെതിരെ കേസുണ്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇയാൾ പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ഇയാൾ വിവരം അറിയും, സംശയമൊന്നും വേണ്ട. സുപ്രീം കോടതി വരെ കേസ് നടത്താൻ തയ്യാറായില്ല. അപ്പൊ എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സമയം ഞായറാഴ്ചയായിട്ട് എടുത്തതിന് വളരെ ക്ഷമിക്കണം. ഞാൻ ഇത്രയും പേരൊന്നും പറയാൻ ഒന്നുള്ളേ ഉള്ളൂ. വളരെ നന്ദി, നമസ്കാരം.